ലൈവ് തുടരുന്നു. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിൽ ദേശീയ കായിക താരമായ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയാണ് ഹോസ്റ്റൽ ശുചിമുറിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം നടന്ന പരിപാടികളിൽ ഉൾപ്പെടെ വളരെ സജീവമായി നേഹ ഉണ്ടായിരുന്നുവെന്ന് ക്ലാസ് ടീച്ചർ അമ്പിളി പറഞ്ഞു. മരണത്തിലേക്ക് നയിച്ച കാരണമെന്തെന്ന് കണ്ടെത്താനായിട്ടില്ല. കുട്ടി പഠിക്കാൻ നല്ല ഒരു നിലവാരം പുലർത്തുന്ന കുട്ടി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു പരീക്ഷ കഴിഞ്ഞിരുന്നു. ആ പരീക്ഷയിലും കുട്ടിയുടെ മാർക്സ് 70% മുകളിലാണ്. പിന്നെ ഒരു തരത്തിൽ നമുക്ക് ഇതുവരെ ഒരു കുട്ടികളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരും പറയുന്ന ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റ് തരത്തിലുള്ള വേറെ പ്രണയബന്ധങ്ങളോ അങ്ങനെ ഒന്നും തന്നെ കുട്ടിക്കുള്ളതായിട്ട് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇന്നലെ വരെ ഹാപ്പി ആയിരുന്ന ഒരു കുട്ടി രാത്രി കൊണ്ട് 11 മണിക്കാണ് ഉറങ്ങാൻ കിടന്നത്. ഇന്നലെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് താമസിച്ചാണ് എല്ലാവരും 9 മണി കഴിഞ്ഞ് അവിടെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്ന് റിലാക്സ് ആയിട്ട്. അപ്പം ആ സമയത്തൊന്നും ആറാട്ടുപുഴയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ നേഹ ദേശീയ ബാസ്കറ്റ്ബോൾ താരമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംഭവത്തിൽ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്താണ് ഇങ്ങനൊരു കൃത്യം ചെയ്തതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ഇവിടെ വന്നിപ്പോൾ ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കളക്ടറെടുക്കെ സംസാരിച്ചു. എത്രയും വേഗം കളക്ടറും പോലീസ് സൂപ്രണ്ടും എസ് പി അടക്കം സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന വേണം. ആരെയെങ്കിലും ഇതിന്റെ പേരിൽ ക്രൂശിക്കാനോ മോശപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ ക്ലാസ് ടീച്ചർ പറയുന്നതനുസരിച്ച് മരണത്തിൽ മറ്റ് ദുരൂഹതയില്ലെന്ന് പറയുന്നുണ്ട്. മന്ത്രി സജി ചെറിയാനും ആർക്കെതിരെയും ഒരാരോപണം ഉന്നയിക്കുന്നില്ല. കുടുംബം എന്താണ് പറയുന്നത്? മറ്റ് ആത്മഹത്യക്കുറിപ്പോ മറ്റോ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് മരണകാരണം? ഈ പെൺകുട്ടി നേഹ ജീവനെടുക്കാനുള്ള കാരണം എന്താണെന്ന് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ടോമ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ചെന്നിത്തല നവോദയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നേഹയെ മരിച്ച നിലയിൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ ശുചിമുറിയോട് ചേർന്ന് ഹാൻഡ് റെയിൽ, അതായത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലാണ് ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപാഠിയായ വിദ്യാർത്ഥിനിയാണ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഈ കുട്ടിയെ ഇങ്ങനെ കാണുന്നത്. തുടർന്ന് അധ്യാപകരെയും ഹോസ്റ്റൽ വാർഡനെ അടക്കം വിവരം അറിയിക്കുകയായിരുന്നു. മാന്നാർ പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവ് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളാണോ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള ചോദ്യങ്ങളും അവിടെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം വിഷയങ്ങൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതിനകത്ത് ഇന്നിപ്പോൾ മൃതദേഹം മാറ്റുന്നതും അത്തരം ഇൻക്വസ്റ്റ് നടപടികളും അത്തരം പ്രൊസീജിയേഴ്സിലാണ് എല്ലാവരും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇനിയും മുന്നോട്ട് പോകേണ്ടതായുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നേഹയുടെ ക്ലാസ് ടീച്ചറായ അമ്പിളി അടക്കമുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പൊ അവർ പറയും ഇന്നലെയും ഒരു കൾച്ചറൽ പ്രോഗ്രാം സ്കൂളിൽ നടത്തിയിരുന്നു. അതിനകത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ് നേഹ. ഒപ്പം തന്നെ നേഹ നാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ കൂടിയാണ്. അത്തരത്തിൽ വളരെ ആക്റ്റീവായ ആറാട്ടുപുഴയിൽ നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ കുട്ടിയാണ് എന്നുള്ളതാണ്. രക്ഷകർത്താക്കളും ഇപ്പോ ഇന്ന് രാവിലെ അവരെ വിവരം അറിയിച്ചത് കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവിടെ വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ പറഞ്ഞത്. അമ്മ ബോധരഹിതയായി വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കാരണം കുട്ടി വളരെ ആക്റ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്ഥിരമായി ഡയറി ഒക്കെ എഴുതാറുള്ള കുട്ടിയായിരുന്നു. അതൊക്കെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സഹപാഠികളായ ചില പെൺകുട്ടികൾക്ക്, സുഹൃത്തുക്കൾക്ക് യാത്ര പറയുന്നുള്ള രീതിയിലുള്ള ഉള്ളടക്കം വരുന്ന കത്തും ഈ കുട്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അവൾ കിടക്കുന്ന ബെഡിന്റെ പുറത്ത് ആ ബുക്ക് ഡയറി ഉണ്ടായിരുന്നു.
എന്തായാലും ഇതിനകത്ത് മറ്റ് പ്രശ്നങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത്തരം സംശയങ്ങൾ അധ്യാപകരും പ്രകടിപ്പിക്കുന്നില്ല, പോലീസും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. ഒരു വർഷം മുമ്പ് നമുക്കറിയാം ഈ നവോദയ സ്കൂളിലെ കുട്ടികൾ 9ാം സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെ സ്കൂളുകളിലേക്ക് നവോദയ സ്കൂളുകളിലേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഒരു വർഷം അവിടെ നിന്നാണ് പഠിച്ചിട്ട് പിന്നെ തിരികെ വീണ്ടും അതാത് സ്കൂളുകളിലേക്ക് തിരികെ വരുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം പോയി വന്ന കുട്ടിയുമാണ് ഈ ജൂണോടുകൂടി ഇവിടെ വീണ്ടും അധ്യയനത്തിൽ ജോയിൻ ചെയ്ത കുട്ടിയുമാണ്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു ദേശീയ കായിക താരമായി ഉയർന്നു വന്ന തീരദേശ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു വലിയ വിഷമമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി വിശദമായ വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ കളക്ടറോടും ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം, അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധത്തിൽ അവർ പറഞ്ഞത് കുട്ടികൾക്ക് പ്രോപ്പർ കൗൺസിലിംഗ് കിട്ടാത്ത സാഹചര്യം സ്കൂളിൽ ഉണ്ട് എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ ചില അധ്യാപകരും സൂചിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ കുട്ടികളെ രക്ഷകർത്താക്കളെ വിട്ട് താമസിക്കുന്ന ഒരിടമാണ് അത്. ഈ ഹോസ്റ്റലിലെ ആരവലി എന്ന ഹോസ്റ്റൽ ഭാഗത്താണ് ഈ കുട്ടി താമസിക്കുന്നതും ഒപ്പം തന്നെ ഇന്ന് മരണമടഞ്ഞ നിലയിൽ കണ്ടെത്തിയതും അവിടെ തന്നെയാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് പ്രോപ്പറായ ഒരു കൗൺസിലിംഗ്, രക്ഷകർത്താക്കളെയൊക്കെ വിട്ടു നിൽക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അത് ലഭ്യമാകുന്നില്ല എന്നുള്ള ആക്ഷേപം ഈ ഡിവൈഎഫ്ഐ ഉന്നയിച്ചിട്ടുണ്ട്. ചില അധ്യാപകരെ ആളുകളും നമ്മളോട് അത് രഹസ്യമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൗൺസിലിംഗ് നടത്തുന്ന ഘട്ടത്തിൽ പോലും വരുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള, ആന്ധ്ര പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള നിയമിതരായ ഉദ്യോഗസ്ഥരാണ് എത്തുന്നത്. പക്ഷെ അങ്ങനെ ഉള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭാഷ, അവർ ഇംഗ്ലീഷ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ വലിയ ബുദ്ധിമുട്ടായി വരികയും ചെയ്യുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ ഉണ്ട്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ നവോദയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആണ് നേഹയുടെ മരണത്തിൽ, ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, മരണകാരണം എന്താണെന്ന് വ്യക്തമാകേണ്ടതുണ്ട്.